എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ അപകടത്തിൽ രക്ഷപ്പെടൽ അസാധ്യമാക്കിയത് താപനില. വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് അഗ്നിഗോളമായി ഉയർന്നതോടെ പ്രദേശത്തെ താപനില 1000 ഡിഗ്രി സെൽഷ്യസായി ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സാധാരണഗതിയിൽ അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ പൊട്ടിയൊലിക്കുമ്പോഴുള്ള താപനിലയാണിത്. ഇത്രയും താപനില ഉയർന്നത് രക്ഷാപ്രവർത്തനം അസാധ്യമാക്കിയിരുന്നു. വിമാനത്തിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിത്തെറിച്ച് നിമിഷനേരം കൊണ്ട് വലിയ തീഗോളം അന്തരീക്ഷത്തിൽ ഉയർന്നു. ഇതോടെ ഈ സ്ഥലത്തെ താപനില 1000 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുതിച്ചെന്നും ഇത് അപകടത്തിൽപ്പെട്ടവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കുറച്ചെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു. രക്ഷാപ്രവർത്തനം അസാധ്യമാക്കിയതും താപനിലയാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. മുൻപ് ഇത്തരമൊരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടില്ലാത്തതും വെല്ലുവിളിയായിരുന്നു. വിമാനത്തിൽ 1.25 ലക്ഷം ലിറ്റർ ഇന്ധനമാണുണ്ടായിരുന്നത്. ദീർഘദൂര അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്ന വിമാനങ്ങളിൽ അധികം ഇന്ധനം കരുതാറുണ്ട്. യാത്രയിൽ ദിശ മാറേണ്ടി വന്നാലോ എന്നത് കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്യുന്നത്. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 242 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 241 പേരും കൊല്ലപ്പെട്ടു. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീം ലൈനർ വിമാനത്തിൽ യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ 242 പേരാണ് ഉണ്ടായിരുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഇതിൽ 241 പേരും കൊല്ലപ്പെട്ടു. ഇന്ത്യൻ വംശജനായ ബ്രിട്ടീഷ് പൗരൻ വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ മാത്രമാണ് രക്ഷപ്പെട്ടതും. കൂടാതെ വിമാനം ഇടിച്ചിറങ്ങിയ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലും പരിസര പ്രദേശത്തുമായി 53 പേരും മരണപ്പെട്ടിരുന്നു. ഔദ്യോഗിക വിവരമനുസരിച്ച് 294 ആണ് ഇതുവരെയുള്ള മരണസംഖ്യ. അതേസമയം 294 പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യക്ക് കർശന നിർദ്ദേശങ്ങളുമായി DGCA രംഗത്തെത്തി. ഓരോ യാത്ര പുറപ്പെടുന്നതിന് മുമ്പും 6 തരത്തിലുള്ള പരിശോധന വേണമെന്നാണ് പ്രധാന നിർദ്ദേശം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഫ്ലൈറ്റ് കൺട്രോൾ ഇൻസ്പെക്ഷൻ നടത്തണം, പവർ ഇൻഷുറൻസ് ടെസ്റ്റും നടത്തണം, റിപ്പോർട്ട് DGCAക്ക് കൈമാറണം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. പണം ഞങ്ങൾ തരും. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ ബോയിങ് ഡ്രീം ലൈനർ വിമാനങ്ങളിൽ ആവർത്തിച്ചുണ്ടായ തകരാറുകൾ എത്രയും വേഗം പുനഃപരിശോധിക്കണമെന്നും വേണ്ട അറ്റകുറ്റപ്പണികൾ നടത്തി ഇവ പരിഹരിക്കണമെന്നും DGCA ആവശ്യപ്പെടുന്നുണ്ട്. DGCA ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യ സുരക്ഷാ പരിശോധനാ നടപടികൾ ഇതിനോടകം ആരംഭിച്ചുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്.